നാടോടി നൃത്തത്തിന്റെ വേഷവിധാനങ്ങളൊക്കെ ആയിട്ട് വളരെ സുന്ദരി കുട്ടിയായിട്ട് നമ്രത എനിക്കൊപ്പം ചേരുന്നുണ്ട്. പക്ഷേ നാടോടി നൃത്തത്തിലല്ല, കേരള നടനത്തിലാണ് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയത് അല്ലേ? ഇപ്പൊ നാടോടി നൃത്തം കഴിഞ്ഞോടനെ വരുവാണ്. നാടോടി നൃത്തത്തിന്റെ റിസൾട്ടും വന്നു അല്ലേ? എ ഗ്രേഡ് ഉണ്ട്. അപ്പൊ കേരള നടനം ഈ നൃത്തം പഠിച്ചു തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ UK സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 11 വർഷം. അതെ. അപ്പൊ നമ്മൾ ഈ കലോത്സവങ്ങൾക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ഭയങ്കര ഒരു ടെൻഷൻ ആയിരിക്കുമല്ലേ? സ്റ്റേജിൽ കയറുന്ന ഒരു ടെൻഷൻ ആയിരിക്കും. അതിനുശേഷം എങ്ങനെ ഫസ്റ്റ് എ ഗ്രേഡ് ഒക്കെ വന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ഒരു മനസ്സിൽ അപ്പോൾ ഉണ്ടാവുന്ന സന്തോഷം? എങ്ങനെയാണ് അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. കുറെ കാലത്തെ കഷ്ടപ്പാടുള്ള ഈ കൊല്ലം എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത്. അതെ, ഇപ്പൊ നമ്മള് പെട്ടെന്ന് കാണുന്നവർക്ക് നമ്മൾ വളരെ സുന്ദരിയായി സ്റ്റേജിൽ കയറി ആ ഒരു പ്രകടനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതാണ്. പക്ഷെ ഇതിന്റെ പുറകിലൊരു സാധനം കുറെ കാലമായിട്ടുണ്ട് അല്ലേ? ഈ പറഞ്ഞ പോലെ LKG മുതൽ പഠിച്ചതൊക്കെ ഇതിന് മുതൽക്കൂട്ടാണ്. ഈ നൃത്തം പഠിക്കുന്നതാണോ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? പഠനത്തിനോടൊപ്പം കലയും കൊണ്ടുപോകാനാണ് ആഗ്രഹം. വേറെ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ഞാൻ ഇപ്പം നൃത്തം മാത്രമേ ഉള്ളൂ. കേരള നടനം പഠിക്കുന്നുണ്ട്, ഭരതനാട്യം ഉണ്ട്. ഭരതനാട്യമല്ല, കേരള നടനം, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ്. ഫോക്ക് ഡാൻസിന് എത്ര വർഷമായിട്ട് ഈ കലോത്സവ നഗരിയിൽ വരുന്നുണ്ട്? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഫോക്ക് ഡാൻസിനും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഫോക്ക് ഡാൻസിനെ കുറിച്ച് പറയുമായിരുന്നു, എപ്പോഴും പഴയ രീതിയിലുള്ള വലിയ മാറ്റങ്ങളില്ലാതെ വേഷവിധാനങ്ങളും ഒക്കെ പഴയ രീതിയിൽ തന്നെയാണ്. വളരെ ചടുലമായ താളങ്ങളുണ്ടാകും. ചിലപ്പോഴൊക്കെ വീഴ്ചയാണല്ലേ, കൂടുതലും വീഴ്ചകളുണ്ടാകും. അതിനൊരു മാറ്റമില്ലാതെ തുടരാറുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ അഭിനയത്തിൻ്റെ ഒരു കല കൂടിയാണത്. എങ്ങനെയാണ് നാടോടി നൃത്തത്തിനോടൊരു ഇഷ്ടം തോന്നുന്നത്? അത് അഭിനയിക്കാനാണ് ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ പറയുന്ന പോലെ സിനിമയിലൊക്കെ ഒരു അവസരം വരികയാണെങ്കിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അവസരങ്ങൾ വരണം അല്ലേ? അപ്പോൾ നല്ല നല്ല അവസരങ്ങൾ വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കാനുള്ളത്. നാടകത്തിൽ ഒക്കെ ചെയ്യുന്നുണ്ടോ സ്കൂളിൽ തന്നെ? ഞാൻ കഴിഞ്ഞ വർഷം സയൻസ് ഡ്രാമ സ്റ്റേറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയാണ് നമുക്ക് മുന്നിലുള്ളത്. അതിനുള്ള പ്രാക്ടീസൊക്കെ ഇന്ന് മുതൽ ഇനി തുടങ്ങുവാണോ? അതെ. ആരാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അമ്മയാണ്. ഈ പറയുന്നത് പോലെ ഓരോരോ സമയത്തും പ്രാക്ടീസിനും മറ്റുമൊക്കെ കൂടെ വരുന്നതൊക്കെ അമ്മയാണ്. അമ്മയുടെ ഒരു എന്താണ് എപ്പോഴും ഒരു ബ്ലാക്ക് ബോണായിട്ട് അമ്മ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? അമ്മയ്ക്കും ഇതുപോലെ കലാപരമായിട്ട് എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടോ? അമ്മ ഉണ്ടോ അറിയില്ല, അമ്മേനാരും അങ്ങനെ സപ്പോർട്ട് ചെയ്തില്ല. അതൊക്കെ മുകളിലൂടെ ഇപ്പൊ നേടിയെടുക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ആഗ്രഹം വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ ഇത് പ്രൊഫഷനായിട്ട് എടുക്കില്ല, ഞാൻ നഴ്സിങ്ങിനാണ് താല്പര്യപ്പെടുന്നത്. ഇത് അതിൻ്റെ കൂടെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. സംസ്ഥാന തലത്തിലും നമ്മുടെ ഫസ്റ്റ് എ ഗ്രേഡ് തന്നെ കാത്തിരിക്കട്ടെ. ഓക്കെ, നമ്മളോട് ഇവിടെ വന്നതിനും സംസാരിച്ചതിനും ഒക്കെ വലിയ സന്തോഷം. താങ്ക് യു.